അസ്സലാമലൈക്കും. എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഞാനെങ്ങനെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 5-6 നാടൻ ചെറുമാങ്ങ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഫസ്റ്റ് തന്നെ വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതുപോലെ തൊലി ഉരിച്ച് എടുക്കാം. പിന്നെ പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയെല്ലാം തൊലി കളഞ്ഞെടുത്തുകൊണ്ട് വരാം. നോക്കിക്കേ, 6 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. നോക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുന്നത് ഞാൻ തൈരിനകത്താണ് ഞാൻ ഒഴിച്ച് വെച്ച് നല്ല പുളിയുള്ള തൈരായിരുന്നു. അപ്പോൾ തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത്, വെള്ളം ഒഴിക്കത്തില്ല. അപ്പോൾ ആവശ്യത്തിന് അരപ്പിനാവശ്യത്തിനായ തൈര് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നോക്കിക്കേ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങായി നോക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ചൂടായി വരണം. തിള വരണ്ട, നന്നായിട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുള്ളിയൊക്കെ അത് ചൂടായി വരുമ്പോഴത്തേക്കൊക്കെ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില. ഇപ്പം നമ്മുടെ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നോക്കിയേക്ക്, നന്നായിട്ട് മാങ്ങ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അത് ചോറിലോട്ടൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുമ്പോൾ രുചിയുണ്ടല്ല, അടിപൊളിയാണ്. ഇപ്പം ഞാൻ ദിവസവും മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കുക, കാരണം മാങ്ങയുള്ളതുകൊണ്ട്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഒരു ശകലം മുളക് പൊടിയും നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിന് തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കറിക്ക് നല്ല കളറുമാണ്. അങ്ങനെ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി എടുക്കാം. അടച്ചു വെച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുത്തതാണേ. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി, തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നോക്കിക്കേ, അടിപൊളി കറിയായിരുന്നു. ഇനി നമ്മുടെ ചോറിനകത്തോട്ട് മാമ്പഴപ്പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ച് ഒരു മാങ്ങായും എടുത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് വറ്റിച്ച മീനായിട്ട് കഴിക്കാൻ അടിപൊളി ഊണ്.
നോക്കിക്കേ, അടിപൊളിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരിക.